ഹലോ ട്രേഡേഴ്സ്, നമസ്കാരം. ക്രിട്ടിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഈ ഒരു ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ മാർക്കറ്റിൽ മൂവ് വരുന്നു. നിഫ്റ്റി 22,765 അല്ലെങ്കിൽ 22,395 എത്താൻ നിഫ്റ്റി കഴിയുമോ എന്നൊക്കെ ഒരു ചോദിച്ചുള്ള ഒരു ക്യാപ്ഷൻ നമ്മുടെ ഒരു ഓവറോൾ പോർഷൻ ഇതാണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളെ മാർക്കറ്റ് ഇന്ന് വലിയ തരത്തിൽ വലിയൊരു മാറ്റവും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നിഫ്റ്റിയിൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കായിരുന്നു. അതുകൊണ്ട് നിഫ്റ്റി എന്ത് പറ്റും എപ്പോഴും ഓർത്തോളൂ, ആ ന്യൂട്രൽ എക്സ്ട്രീം ഏതെങ്കിലും വീക്കാണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ആണെങ്കിലോ ആ ഒരു മൂമെൻറ്റിൻ്റെ കൂടെ മാർക്കറ്റ് പിറ്റേ വരാൻ പോകുന്ന ദിവസങ്ങളിൽ, അപ്പോൾ വീക്കിലി വ്യൂ ആണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന വീക്കിലി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ സമയത്ത് ഡൗൺവേർഡ് മൂവിലേക്ക് മാർക്കറ്റ് പോകില്ല. മാർക്കറ്റ് ആ ഭാഗത്തൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ചെയ്തത് 630 ആ ഭാഗത്താണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഏകദേശം 666 ഭാഗത്ത് പോയി തിരിച്ച് ഇറങ്ങി വീണ്ടും 630 ബ്രേക്ക് ചെയ്തു. താഴെ നമ്മുടെ ഇന്നലത്തെ POCയെ 570 ടെസ്റ്റ് ചെയ്തു. അതിന് താഴെ 530 വന്നു. 530 മുകളിൽ കടന്ന് കളിച്ച് ഓൾമോസ്റ്റ് 570നും 530 ഇടയ്ക്കാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് 80% റൂൾ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡേയുടെ ട്രേഡ് സെറ്റപ്പ് 6 പ്രാവശ്യം വർക്കായി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 618 താഴെ ഒരിക്കൽ 1 തിരിച്ച് വീണ്ടും കയറി 2 തിരിച്ച് വീണ്ടും കയറി 3 തിരിച്ച് വീണ്ടും കയറി 4 അങ്ങനെ ഏകദേശം പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് 5 തൊട്ട് 6 പ്രാവശ്യം വരെ 80% റൂള് ബാലൻസ് പ്രൊഫൈലിൻ്റെ റൂളിൽ മാർക്കറ്റ് വർക്കായിരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാർക്കറ്റ് ഇന്ന് നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് 112-140 പോയിൻ്റ് അപ്പിലും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 13 പോയിൻ്റ് പ്ലസ്സിലാണ് നിൽക്കുന്നത്. ഒരു ഫ്ലാറ്റ് മാർക്കറ്റാണ്. കാരണം നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി പ്രകാരമാണ് നമ്മൾ 140 പോയിൻ്റ് പ്ലസ് നിൽക്കുകയായിരുന്നു. നമ്മളെ മാർക്കറ്റ് അത്രയും പോയിന്റ് പോസിബിൾ വന്നില്ല. 110 പോയിന്റ് വന്ന് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുകയാണ് ചെയ്തത്. സോ നമ്മുടെ മാർക്കറ്റ് വേൾഡ് മാർക്കറ്റിന് അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് വരുന്നത് കുറവാണ്. നമ്മുടെ ഇലക്ഷൻ റിസൾട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും വിക്സ് വളരെയധികം കൂടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ നമ്മുടെ നിഫ്റ്റിയിലെ നമ്മളെ വിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ വിക്സ് നല്ല വൃത്തിയായി കയറി. ഏകദേശം വിക്സ് നോക്കുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിക്സ് നല്ല വൃത്തിയായി കയറിയിട്ടുണ്ട്. കയറിയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 16 മുകളിലാണ് നിഫ്റ്റിയുടെ വിക്സ് ഇപ്പോൾ ക്ലോസ് ചെയ്തത്. 16.55 അപ്പോൾ നിഫ്റ്റിയുടെ വിക്സ് പ്രകാരം അവ ഇനി അടുത്തതിൽ ഏത് പോകുന്നു. ഈ 16 അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്തത് വരുന്നത് 19. അങ്ങനെ വിക്സ് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. വിക്സ് ഇനി ഓരോ ദിവസം കഴിയുന്നതോറും വിക്സ് വളരെയധികം കൂടുതലുള്ള ചാൻസാണ് കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇലക്ഷൻ്റെ റിസൾട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിക്സ് വളരെ കൂടുതലാണ്, നമുക്ക് ചാൻസ് വളരെ കൂടുതൽ. സോ നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റി എന്നാണ്. ഇപ്പോൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റിയുടെ ഇൻഡെക്സും വിക്സുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മളെ മാർക്കറ്റ് വിക്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഇപ്പം കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പം നമ്മളെ മാർക്കറ്റ് എന്താണ് വിക്സ് കൂടുന്നതനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇപ്പം സ്വയം നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക ഒരു മീഡിയം ലെവലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് എപ്പോൾ പോകണം വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നമുക്കിനി നോക്കേണ്ടത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരമാണ്. നിങ്ങളീ കാണുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നിഫ്റ്റി ഒരു പ്യുവർലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. നോർമൽ ഡേ സ്ട്രക്ചറാണ്. എക്സ്റ്റൻഷൻ തന്നു, തിരിച്ച് ഓൾമോസ്റ്റ് POCയുടെ അവിടെ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ഇന്നലത്തെ POC ഏകദേശം ഫോം ചെയ്തിരിക്കുന്ന 22,570 ഇന്നത്തെ POC ഫോം ചെയ്തിരിക്കുന്ന 22,563. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച വന്ന ഒരു മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡൗണിൽ POC താഴെയാണ് ഫോം ചെയ്തത്. അതേ സമയത്തും ഏകദേശം 22,672 22,500 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോവർ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ തന്നെയാണ് നിഫ്റ്റിയിൽ ഒരു വോളിയം ഫോർമേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ വോളിയം വന്നിട്ടുണ്ട്. അത് ഇന്നലത്തെ മെനങ്ങാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ അത്രയ്ക്ക് വോളിയം ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വോളിയം ഡിസ്ട്രിബ്യൂഷൻ വന്നത് ഈ 665നും ഈ 520 ഇടയ്ക്കുള്ള ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വോളിയം ഡിസ്ട്രിബ്യൂഷൻ വന്നത്. അതേ ഭാഗത്തെയാണ് നിഫ്റ്റിയിൽ ഈ ഒരു വോളിയം ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഈ പ്രൊഫൈലിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു 22,665 22,524 എന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വോളിയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ POC ഫോം ചെയ്തിരിക്കുന്നത് POC ഫോം ചെയ്തിരിക്കുന്നത് 22,563 ലെവലിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് 22,530 എന്ന് പറഞ്ഞാൽ ഈ ലെവലിന് 525 എന്ന് പറഞ്ഞാൽ ഈ ലെവലിന് താഴെ മാത്രമേ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ഈ 525 താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഏതുവരെ പോകാൻ ചാൻസ് ഉണ്ട്?
അൾട്ടിമേറ്റ് നോക്കുകയാണെങ്കിൽ ഈ 460യും 65യും അതിന് താഴെ ഈ 410ഉം ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 410ന് താഴെ അവനെ സംബന്ധിച്ച് ഏതാണ് അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 22,280 എന്ന് പറഞ്ഞ ഈ ഒരു 275 എന്ന ഈ ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴോട്ട് വരാനുള്ള ചാൻസ്. ഇടയ്ക്ക് ഈ ഒരു FA പോയിൻ്റായ 22,318 ഉണ്ടെങ്കിൽ കൂടെ അൾട്ടിമേറ്റ്ലി നിഫ്റ്റിയെ സംബന്ധിച്ച് 22,410 താഴെ 410 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ POC അതായത് 22/4 ഏപ്രിൽ 22 വന്ന ഈ POC ആയ 22,275 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ഞാനൊരു കാര്യം വ്യക്തമായി നിങ്ങൾക്ക് പറയാം. മുകളിലോട്ട് പോകണമെങ്കിൽ ഈ 665 എന്ന ഈ ഒരു POC ലെവലിൽ മുകളിൽ പോയാൽ മാത്രമേ നിഫ്റ്റിയുടെ ഒരു ബൈയിങ് കാണുന്നുള്ളൂ. ഈ 665 ലെവലിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവൻ എത്ര വരെ പോകാം? 705 എന്ന് പറഞ്ഞ ഈ ലെവലും അതിന് മുകളിൽ ഈ 740 എന്ന് പറഞ്ഞാൽ 45 എന്ന ലെവലും അതിന് മുകളിൽ ഏതാണ് 800 എന്ന് പറഞ്ഞാൽ ഈ 22,800 എന്ന് പറഞ്ഞ ഈ ലെവലും പോകാൻ ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് മൊമെൻറ്റം വരണമെങ്കിൽ ഈ 22,665 എന്ന് പറഞ്ഞാൽ ഈ POCക്ക് മുകളിൽ മാത്രമേ ആ ഒരു മൊമെൻറ്റത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് 22,665 22,500 എന്ന് പറഞ്ഞാൽ 165 പോയിൻറ്റ് റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. നിങ്ങൾ നിഫ്റ്റിയിൽ ഇന്നത്തെ മോർണിംഗിലെ ഓർഡർ ഫ്ലോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ പറ്റും. ഓർഡർ ഫ്ലോയ്ക്കകത്ത് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നിഫ്റ്റി കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വലിയൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിലില്ല. ഈ മോർണിംഗിൽ ഈ ഭാഗത്ത് വന്നതിന് ശേഷം POC എല്ലാം ഫോം ചെയ്തിരിക്കുന്ന 569 പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന 1.25 ശേഷമുള്ള അതായത് 1.25 ശേഷമുള്ള ഏതാണ് MLKJIH അതായത് ഹാമർ പീരീഡ് തൊട്ടുള്ള എല്ലാ സമയത്തും ഈ 550നും 530നും ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയത്തിൽ കിടന്നാണ് മാർക്കറ്റ് കിടന്ന് കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളൂ, 530 525 പറഞ്ഞ ഈ ഒരു ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ നിൽക്കുന്ന കാലം 410ഉം അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ 22,275 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. കാരണം നമ്മുടെ സെല്ലിംഗ് വന്ന ഏരിയയിലെ ലോവർ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലാണ് മാർക്കറ്റ് പ്രൊഫൈൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ സിവിയർ ആയിട്ടുള്ളൊരു ഫാള് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 22,365 നിഫ്റ്റി വരാൻ പോകുന്നു. അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, കഴിഞ്ഞ വീക്കിലെ POC ആയ 665 മുകളിൽ പോകുമ്പോൾ എത്രയാണ് 765 വരാൻ പറ്റുന്ന ചാൻസും നമുക്ക് കാണുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കണം എന്തിനാണ്? നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി മാത്രമാണല്ലോ. സോ ഇത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ നിഫ്റ്റിയുടെ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 560 നിഫ്റ്റിയുടെ POC എത്രയാണ്? നമ്മുടെ നിഫ്റ്റിയുടെ POC നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ മാർക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നോക്കേണ്ടത് നിങ്ങൾ നോക്കുമ്പം നമ്മുടെ നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് എത്രയാണ്? നമ്മുടെ നിഫ്റ്റിയുടെ POC ഫോം ചെയ്ത് വന്നിരിക്കുന്നത് 22,563 ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക വിശദമായിട്ട്, അതും കൂടെ മനസ്സിൽ വെച്ചേക്കുക. സോ ആ ഈ ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 22,563 ആണ് നമ്മുടെ POC എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെ നമുക്ക് ഈ 530 എന്ന് പറഞ്ഞ സ്ട്രോങ് ഏരിയ ഉണ്ട്. അതിന് താഴെ 470ഉം 410ഉം 318 ലെവലും. ഇനി മുകളിലോട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെയിം തന്നെ 630 പകരം 665ഉം അതിന് മുകളിൽ 705ഉം അതിന് മുകളിൽ 745ഉം അതിന് മുകളിൽ 800ഉം 850 ഇങ്ങനെ ഈ ഒരു ലെവലിൽ പോകും. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, നിങ്ങൾ ഓർത്തുകൊള്ളുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്നത്തെ POCയിലെ ഏകദേശം ഒരേ ലെവലായതുകൊണ്ട് ലോവർ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് മിക്കവാറും ഇത് ഈ POCയിലേക്ക് പോകാനുള്ള ചാൻസാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ 22,530 താഴെ വരുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഈ POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ അത് ഓർത്തോളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ 410 പൊട്ടുകയാണെങ്കിൽ ഈ 380 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലും വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി എങ്ങനെ പോകണം നമുക്കറിയണമല്ലോ. നമുക്ക് ബാങ്ക് നിഫ്റ്റി എന്താണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങളുടെ വ്യൂ പ്രകാരം നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ഇന്ന് നിഫ്റ്റിയെ പോലെ തന്നെ സെയിം ലോവർ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിയും POC ഫോം ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇന്ന് നിഫ്റ്റിയുടെ പോലെ വെള്ളിയാഴ്ചത്തെ POC 4981ഉം ഇന്നത്തെ POC 49,068ലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ഒരേപോലെ POC ആണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC താഴെ നിൽക്കുന്ന പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 48,976 എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടുണ്ട്. ഈ 48,976 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 48,765ഉം അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 48,668ഉം ഈ 48,668 താഴെ
ഈ 48,555 വരാൻ ചാൻസ് കൂടുതലാണ്. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് വൈൽഡായിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. കാരണം വിക്സ് കൂടി നിൽക്കുന്നുണ്ട്. മാർക്കറ്റിൽ വേണമെങ്കിൽ വൈൽഡായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരാം. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ 49,123 127.5 മുകളിൽ പോകണം. ഒന്ന്, അത് നമ്മുടെ കഴിഞ്ഞ തിങ്കളാഴ്ചയുടെ ട്രെൻഡ് ഡേ PUC അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 49,368 ഈ 49,368 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 49,493 എന്ന് പറഞ്ഞ ലെവലും അതിന് മുകളിൽ 49,550 എന്ന് പറഞ്ഞ ഈ PUC ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 49,550ക്ക് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി 50,000 ഒരു ചോദ്യമേ 50,000 എത്തുമോ എന്ന് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമേ കിട്ടുള്ളൂ. സോ 49,550ക്ക് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വിഗർ മൂവ്മെൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിലും വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഓർഡർ ഫ്ലോയിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ഫ്രം ദ മോർണിംഗ് തൊട്ട് അവൻ ഏകദേശം കുറച്ച് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു. എന്നിരുന്നാൽ കൂടെ ആ ഡിമാൻഡുകളെല്ലാം എക്സിറ്റ് ആവുകയും അവസാന നിമിഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിഷ് മാർക്കറ്റിലാണ് വന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് 49,368 തൊട്ട് 48,900 എന്ന് പറഞ്ഞാൽ ഈ 500 48,900 to 49,400 എന്ന് പറഞ്ഞാൽ ഈ 500 പോയിൻ്റൊക്കെ എത്താൻ ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിക്കുന്നത്. ഇതിന് മുകളിലോ താഴെയോ പോയാൽ സിവിയർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ബാങ്ക് നിഫ്റ്റി വരാം. നാളെ പ്രത്യേകിച്ച് എക്സ്പയറിയും കൂടെയാണ്. നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കുക. സോ നമ്മളെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുന്നതിനെക്കുറിച്ച് കാരണം ന്യൂട്രൽ സ്റ്റീം ഡൗൺ നിഫ്റ്റി കഴിഞ്ഞ വീക്കായിരുന്നു. അതുകൊണ്ട് ഈ വീക്കിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇല്ല എങ്കിൽ ആ മൂവ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 22,530ക്ക് താഴെ ഒരു ക്ലോസ് വരണം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. അതുകൊണ്ട് ഈ വീക്കിൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ വന്ന ഹൈയുടെ ഭാഗത്ത് കുറച്ച് ഫില്ലിംഗ് നടക്കുന്നുണ്ട്. ബുള്ളിഷ് സ്ട്രെങ്ത് വരെയാണെങ്കിൽ SBIയുടെ റിസൾട്ട് വരുന്നത് 9-ാം തീയതിയാണ്. ആ ബുള്ളിഷ് സ്ട്രെങ്തും കൂടെ വരെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസും SBI റിസൾട്ട് വളരെ പോസിറ്റീവ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഈ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഏവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.